1998 പത്മശ്രീ കിട്ടിയ മമ്മൂട്ടിക്ക് തുടർന്ന് അങ്ങോട്ട് പത്മഭൂഷൺ നൽകാതെ തഴഞ്ഞതിന് പിന്നിലും ഇപ്പോ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകാതിരുന്നതിന് പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുൻപ് ഡിവൈഎഫ്ഐയുടെ ചെന്നൈയിൽ വെച്ച് നടന്ന ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മമ്മൂട്ടി നടത്തിയ ഒരു പ്രസംഗം സംഘപരിവാറിനെ പൊളിച്ചടുക്കുന്നതായിരുന്നു. ഗുജറാത്തില് ഡിവൈഎഫ്ഐ ശക്തമായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കലാപം നടക്കില്ലായിരുന്നു എന്നാണ് മമ്മൂട്ടി അന്ന് തുറന്നടിച്ചിരുന്നത്. അന്ന് മുതൽ BJP നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്ന മമ്മൂട്ടിയെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും നിരന്തരമായിട്ട് അവഗണിക്കുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് രാജ്യം കണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ അവഗണനയെയും കാണാൻ സാധിക്കുള്ളൂ. മോഹൻലാല് ഈ പുരസ്കാരങ്ങൾക്കെല്ലാം തീർച്ചയായും യോഗ്യൻ തന്നെയാണ്, അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. എന്നാൽ എന്താണ് മമ്മൂട്ടിയുടെ അയോഗ്യത എന്ന് കേന്ദ്രം വ്യക്തമാക്കുക തന്നെ വേണം. പത്മഭൂഷണോ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമോ കിട്ടിയില്ലെന്ന് കരുതി മാറ്റി കുറയുന്നതല്ല മമ്മൂട്ടിയുടെ മഹത്വം. എല്ലാ പുരസ്കാരങ്ങൾക്കും അപ്പുറം വളർന്ന നടൻ തന്നെയാണ് അദ്ദേഹം, അക്കാര്യത്തിലും സംശയം വേണ്ട.